ഞാൻ പുറത്തേക്ക് ഇരിക്കുക. രാംകുമാർ സാർ രകേഷ് അതിന്റെ ശബ്ദം എന്തോ കാരണം രാഖിയുടെ ഫോൺ അവളെ രാജലക്ഷ്മിയാണ്, മൂത്താളാണ് ഇരിക്കുന്നത്. അതാണ് ഞാൻ ഹിഡൻ ആയിട്ട് ഇരിക്കുന്നുണ്ട്, പേടിക്കണ്ട. ഞാൻ ഇവളുടെ ചേച്ചിയുടെ ഫോട്ടോ കണ്ടു, അപ്പൊ എനിക്ക് മനസ്സിലായി രാജലക്ഷ്മിയുടെ. രാജലക്ഷ്മി ഇരിക്കണേ, അവളെ തന്നെ ഇരിക്കണേ. നമുക്ക് തുടങ്ങിയാലോ പ്രസിഡന്റ്? 7 മണി കഴിഞ്ഞു. ഓൾ ദി ബെസ്റ്റ് രകേഷ്. ഓക്കെ, താങ്ക് യു സർ. ഞാനിവിടെ ഉണ്ട്. ഓക്കെ, ശരി. ഒരു മിനിറ്റ്, ഞാനൊന്ന് പ്രിപ്പയർ ആയിക്കോട്ടെ. ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ഇപ്പോൾ നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ JCA കൊച്ചിൻ ഓർഗനൈസ് ചെയ്യുന്ന ഹോപ്പ് കേൾക്കുന്നില്ലേ? ഓക്കെ. JCA കൊച്ചിൻ ഓർഗനൈസ് ചെയ്യുന്ന 10 കോർ ലൈഫ് സ്കിൽസ്, WHO-ന്റെ 10 കോർ ലൈഫ് സ്കിൽസിന്റെ വെബിനാർ സീരീസിലെ 4th പ്രോഗ്രാമാണ് ഇന്ന്. സോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ആസ് യൂഷ്വൽ പ്രസന്റർ ഒഴിച്ച് എല്ലാവരെയും മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പോഴല്ല, വീഡിയോ ഒന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രീമിംഗ് ക്വാളിറ്റി കുറച്ച് നന്നായിരിക്കും. സോ ഹാൻഡിങ് ഔട്ട് ദ ഫ്ലോർ ടു പ്രസിഡന്റ്. Thank you, Anu. Now, I invite Adrija for the welcome address. Good evening, everyone. Respected President JC Nelson, Chief Guest JC Advocate Rakesh Sharma, today's trainer JC Ojaswini, and dear participants. Welcome to the 4th webinar series on empowering youth conducted by JCI Kochi. Today, we are blessed with the presence of past zone president and current GLT coordinator, JC Advocate Rakesh Sharma, as our chief guest. A hearty welcome to you, sir. I extended my hearty welcome to the young dynamic trainer, Ojaswini, to give us a wonderful session. On behalf of JCI Cochin, I extend a warm welcome to all participants to this program. Thank you. Thank you, Adrija. Now, presidential address. Respected chief guest of the day, JC India General Legal Counsel Advocate Rakesh Sharma, IPP Anup, seniors Ramkumar sir, Shibu John sir, and JC matu seniors VP, ID, Anish, and my dear participants. ഇന്നത്തെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഏറ്റവും യങ് ആയിട്ടുള്ള ഒരു ട്രെയിനറാണ്. JCA കൊച്ചിയിലെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ട്രെയിനറാണ് നമുക്ക് വരാൻ പോകുന്നത്. അത് നമ്മുടെ ഒരു പ്രസൻസ് പക്ഷെ നമ്മുടെ അതിന്റെ ഓഡിയൻസ് ആയിട്ട് വന്നിരിക്കുന്ന എല്ലാവരും നമ്മുടെ സീനിയേഴ്സാണ്. അത് വളരെ ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്ന കാര്യം, എല്ലാവരും ഒരു നമുക്ക് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ട്രെയിനറും ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ട്രെയിനറോടൊപ്പം ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഒന്ന് പഠിക്കാനുണ്ടെന്നുള്ള ആ ഒരു നമ്മുടെ ട്രെയിനേഴ്സ് ഫോറത്തിൽ നമ്മൾ ആ ഒരു നമ്മൾ പറയാറുണ്ട് സ്ഥിരമായിട്ട്. അതിന്റെ ഒരു ലിറ്ററലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മുടെ സീനിയേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ട്. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള രകേഷ് ശർമ്മയാണ്. രകേഷിനെ കുറിച്ച് നമുക്കറിയാം, നമ്മുടെ എല്ലാ JCA കൊച്ചിന്റെ എല്ലാ പരിപാടികൾക്കും അദ്ദേഹത്തെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയിച്ചാൽ മാത്രം മതി, ഓടിയെത്തുന്ന ആളാണ്. പക്ഷെ ഇന്ന് അദ്ദേഹം വന്നതിന് എനിക്കൊരു സ്പെഷ്യൽ താങ്ക്സ് പറയേണ്ട ആവശ്യമുണ്ട്. കാരണം ഇപ്പം അഡ്വക്കേറ്റ്സ് പൊതുവെ ഞങ്ങളെ പോലുള്ള അഡ്വക്കേറ്റ്സ് ഒക്കെ ഭയങ്കര തിരക്കില്ലാതെ വളരെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ്. കാരണം ഇങ്ങനെ കോടതി ഫയലിംഗ്. പക്ഷേ രകേഷിനെ പോലെ കുറച്ച് പൊളിറ്റിക്കൽ കേസുകളും കുറച്ച് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനും ഒക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളൊക്കെ സംബന്ധിച്ച് അത്ര ഈസി ടൈം അല്ല ഇത്. കാരണം അദ്ദേഹം നേഴ്സുമാർക്ക് വേണ്ടിയുള്ള വേജിന് വേണ്ടിയുള്ള ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ പബ്ലിക് ഇൻട്രസ്റ്റിലുള്ള കുറെ കാര്യങ്ങളുടെ ആക്റ്റീവ് ഫൈറ്റ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പഠിക്കുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് വേണ്ടി ഒരു 10 മിനിറ്റ്
മാറ്റി കിട്ടിയത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. രകേഷിന് JC കൊച്ചിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊടുന്നു ഞാൻ. അതുപോലെ അതുകൊണ്ട് ഇന്നത്തെ പരിപാടിയിലേക്ക് നമ്മൾ ട്രെയിനിങ്ങിന്റെയും രകേഷ് ശർമ്മയുടെ സ്പീക്കിന്റെ ഇടയ്ക്ക് നിൽക്കുന്നില്ല. പ്രസിഡൻഷ്യൽ അഡ്രസ് ചുരുക്കുന്നു. I invite Rakesh Sharma for the address by the chief guest. Rakesh, can you announce? Yeah. Yes. Is it audible to all? Yes. Yes. My dear President, my colleague, ഹൈക്കോടതിയിലെ എൻ്റെ അടുത്ത സുഹൃത്ത് പ്രിയങ്കരനായ നെൽസൺ, അതുപോലെ തന്നെ ഹോസ്റ്റ് കം IPP ആയിട്ട് ഇവിടെയുള്ള പ്രിയങ്കരനായ അനൂപ്, പ്രോഗ്രാം അതായത് നമ്മുടെ വൈസ് പ്രസിഡന്റ് ID ആയിട്ട് വളരെ മനോഹരമായി നമ്മുടെ ട്രെയിനിങ് മേഖലയെ JC കൊച്ചിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മേജർ അനീഷ്, എൻ്റെ ഗുരുതുല്യരായ നിരവധി പേര് ഇവിടെയുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. JC കൊച്ചിയിൽ വരുമ്പോൾ ഉള്ള ഏറ്റവും വലിയ സന്തോഷവും അഭിമാനവും അത് തന്നെയാണ്. രാംകുമാർ സാർ, വാസ് നാഷണൽ പ്രസിഡന്റ്, അതുപോലെ തന്നെ ഷിബു ജോൺ സാർ, വാസ് സോൺ പ്രസിഡന്റ്, ഹരീഷ് ഏട്ടൻ ഉണ്ട്. ഹരീഷ് മെസ്സേജുകൾ സൈഡിലൂടെ കാണുന്നുണ്ട്. പ്രിയങ്കരനായ നിബു ബായ്, കിഷോർ ജി, എൻ്റെ നാട്ടുകാരനും എൻ്റെ സ്വന്തം ചേട്ടനുമായ മനോജ് ഏട്ടൻ, സുജി ചേച്ചി തുടങ്ങിയ എല്ലാവരും ഒരുപാട് പേരെ കാണുന്നുണ്ട്. എല്ലാവർക്കും വെരി ഗുഡ് ഈവനിങ് ടു ഓൾ ഓഫ് യു. ഓജസ്വിനി, വെരി ഗുഡ് ഈവനിങ്. വളരെയേറെ സന്തോഷം. അതായത് നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ട്രെയിനിങ് സെഷനുകളും ഇതുപോലത്തെ നമ്മുടെ വെബിനാർ കൂട്ടായ്മകളും ഒക്കെ നമ്മൾ കൂടുതൽ വിജ്ഞാനം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു 10 കോർ ലൈഫ് സ്കിൽസ് ബൈ WHO എന്ന് പറയുന്ന ഈ ഒരു വളരെ മനോഹരമായ ഒരു തീമിനെ മുൻനിർത്തിക്കൊണ്ട് ഇന്റർപേഴ്സണൽ സ്കിൽസിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു നമ്മുടെ ഈ ഒരു ട്രെയിനിങ് സെഷൻ എന്താ പറയാ, ഈ ഒരു കുറെ നോളജുകൾ നമുക്ക് ഗ്യാദർ ചെയ്യാൻ കൂടി വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയിൽ ഏറ്റവും വലിയ സന്തോഷം ഓജസ്വിനിയാണ് ഇന്ന് ആ ഒരു സെഷന് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളതാണ്. വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട്. JCയുടെ ഭാരവാഹിയായിട്ടിരിക്കുമ്പോൾ ജൂനിയർ JC വേദികളിൽ പലപ്പോഴും അത് ലോട്ടസ് ആയിക്കൊള്ളട്ടെ, അത് ഒറേറ്റർ ആയിക്കൊള്ളട്ടെ, ആ വേദികളിലൊക്കെ ഓജസ്വിനിയെ JJ ആയിട്ട് പെർഫോം ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ സോൺ ഓഫീസേഴ്സും അതുപോലെ തന്നെ സീനിയേഴ്സും ഒക്കെ ആയിട്ടൊക്കെ ഓജസ്വിനിയെ കുറിച്ച് നമ്മുടെ ഒരുപാട് ഭാവി തലമുറയിലേക്ക് വളർന്നു വരേണ്ട ഒരുപാട് നല്ല കുട്ടികളുണ്ട്. അതിലൊരു മിടുക്കിയാണ് ഓജസ്വിനി. പണ്ടേ തന്നെ ഓജസ്വിനിയുടെ ആ ഒരു ഗ്രോത്ത് ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ തീർച്ചയായും JC മെമ്പർ എന്നുള്ള രീതിയിൽ റെസ്പോൺസിനെ കുറിച്ച് ഞാൻ നേരത്തെ അനൗപചാരികമായിട്ട് പറഞ്ഞു. ഔപചാരികമായിട്ട് തന്നെ പറയട്ടെ, ഞാൻ പലപ്പോഴും റെസ്പോൺസ് നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ വരുമ്പോൾ ഫുള്ളായിട്ട് വായിക്കാറുണ്ട്. ഞാനും JC പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം 18ാമത്തെ വയസ്സിൽ JCയിൽ ജോയിൻ ചെയ്തതിന് ശേഷം ആദ്യം ഞാൻ ഏറ്റെടുത്തൊരു പോസ്റ്റ് എൻ്റെ ചാപ്റ്ററിന്റെ ബുള്ളറ്റിൻ എഡിറ്റർ എന്നുള്ളായിരുന്നു. എൻ്റെ ബുള്ളറ്റിന്റെ പേരൊന്ന് നന്മ എന്നുള്ളായിരുന്നു. അതിന് അന്ന് സോണിലെ ഏറ്റവും നല്ല ബുള്ളറ്റിനുള്ള അവാർഡ് കിട്ടിയിരുന്നു. അപ്പൊ എനിക്ക് ഇപ്പോഴും അറിയാം, ഒരു സോൺ ബുള്ളറ്റിൻ എഡിറ്റർ എടുക്കുന്ന ഒരു എഫേർട്ട്, ക്രിയേറ്റിവിറ്റി, ഒരു വളരെ വലിയൊരു ക്രിയേറ്റിവിറ്റിയാണ് ഇവിടെ ഓജസ്വിനിയുടെ നേതൃത്വത്തിൽ റെസ്പോൺസിന് JC കൊച്ചിന്റെ മാഗസിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. വളരെ മനോഹരമായ ലേഖനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോ നമ്മളെപ്പോലെയുള്ളവർക്കൊക്കെ സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ഓജസ്വിനിയെ പോലെ അതുപോലെയുള്ള മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള നമ്മുടെ കൊച്ചു കൂട്ടുകാർ എന്ന് പറയാൻ പറ്റില്ല, JC മെമ്പേഴ്സ് ആണ് അവരിപ്പോ. ഇവരൊക്കെ നാളുകളിൽ സോൺ പ്രസിഡന്റും നാഷണൽ പ്രസിഡന്റും ഇന്റർനാഷണൽ ഭാരവാഹിയും ഒക്കെ ആയി നമ്മുടെ സോണിലേക്കും നമ്മുടെ ചാപ്റ്ററുകളിലേക്കൊക്കെ വരുമ്പോ അതിലൊരു JC അംഗമായി ആ സദസ്സിലെങ്ങാനും ഇരുന്ന് റെക്കഗ്നൈസ് ചെയ്യപ്പെടാനുള്ള ഭാവിയിലെ ഒരു സ്വപ്നത്തെ കുറിച്ചാണ് ഞങ്ങളൊക്കെ സ്വപ്നം കാണുന്നത്. തീർച്ചയായും ഓജസ്വിനിക്ക് നല്ല രീതിയിൽ ഈ സെഷൻ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാവിധ ആശംസകളും. JC കൊച്ചിനെ കുറിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. എൻ്റെ സ്വന്തം കുടുംബം എന്ന് പറയാവുന്ന കുടുംബ ബന്ധങ്ങളുള്ള എല്ലാവരും ഈ ഒരു നമ്മുടെ കൊച്ചനുജത്തിയുടെ വാക്കുകൾക്ക് വേണ്ടി നമ്മളൊക്കെ കേട്ടിരിക്കുകയാണ്, കാത്തു നിൽക്കുകയാണ്. ഞാനും അതിനു വേണ്ടിയാണ് കാത്തു നിൽക്കുന്നത്. ഞാനും ഫുള്ള് ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ തീർച്ചയായും അതിനിടയിൽ കറുകറുത്ത ഈ ഒരു പരുപരുത്ത ശബ്ദവുമായിട്ട് ഞാൻ കൂടുതൽ മുന്നോട്ട് പോകുന്നില്ല. ഒരിക്കൽ കൂടി ഈ ഒരു സെഷൻ സ്പീക്കറായി എത്തുന്ന ഓജസ്വിനിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. JC കൊച്ചിയുടെ കഴിഞ്ഞ ദിവസം നടന്ന നഴ്സസ് ഡേയിലെ പ്രോഗ്രാം വളരെയധികം റീച്ച് ഉണ്ടാക്കിയ ഒരു പ്രോഗ്രാം ആയിരുന്നു. അതിനെക്കുറിച്ച് വായിച്ചറിഞ്ഞപ്പോൾ, അത് ഫേസ്ബുക്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കണ്ടപ്പോൾ, അതിന്റെ പത്രങ്ങളിൽ വന്ന ഡീറ്റെയിൽസ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു JC അംഗം എന്നുള്ള രീതിയിൽ വളരെ വർഷങ്ങൾക്ക് ശേഷം ഇത്രയും നല്ലൊരു പബ്ലിക് റിലേഷൻ പ്രോഗ്രാം എന്റെ സോണിൽ നടന്നതിൽ ഏറെ അഭിമാനം കൊണ്ടൊരു നിമിഷമായിരുന്നു. ഇന്നത് നെൽസൺ വിളിച്ചപ്പോൾ ഞാൻ നെൽസനോട് പ്രത്യേകം പറഞ്ഞു, പ്രത്യേകിച്ച് നഴ്സുമാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് അവരനുഭവിക്കുന്ന വേദനകൾ അറിയാവുന്നതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു ഐ ഓപ്പണർ ആയിരുന്നു. ഒരുപാട് പേരെ വൈകാരികമായി ഹൃദയത്തിൽ സ്പർശിച്ച ഒരു പ്രൊജക്റ്റ് ആയത് മാറിയെന്ന് മനസ്സിലാക്കുന്നു. JC കൊച്ചിൻ തീർച്ചയായും വലിയൊരു
തലങ്ങളിലേക്ക്, പുതിയ തലങ്ങളിലേക്ക് കടന്നു വരികയാണ്, വളർന്നു വരികയാണ് എന്നുള്ളതിലേറെ അഭിമാനം JC കൊച്ചിയിലെ ഏതൊരു അംഗത്തെയും പോലെ എനിക്കുമുണ്ട്. ഒരിക്കൽ കൂടി ഔപചാരികമായി ഈ ഒരു സെഷൻ ഉദ്ഘാടനം ചെയ്തതായി നിങ്ങളെല്ലാം അറിയിച്ചുകൊണ്ട് ഞാൻ ഈ സെഷൻ കഴിയുന്നവരെ ഇവിടെ തന്നെ ഉണ്ടാകും. ഈ സെഷനും ശ്രദ്ധിച്ചുകൊണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എന്നെ ഈ ഒരു ചടങ്ങിന് ക്ഷണിച്ചതിന് ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് JCI. താങ്ക് യു. Thank you very much, Advocate Rakesh Sharma, for that nice words. Now that's all on the formal part. Handing over the session to our host, IPP Anup. Thank you, President. Now I invite Niranjan to introduce today's trainer. Niranjan, please introduce today's trainer. Dear participants, good evening. Today's session is initiated by our very own Ojaswini Chechi. Ojaswini S. Prabhu is a second year BA student at BA English Literature student at UC College, Aluva. She is the chief editor of our in-house magazine, Response. Hats off to her dedication and professionalism that makes this magazine so unique. She is passionate about writing and is also an ardent devotee of music and also a fantabulous singer too. Today, she will be conducting a session on interpersonal skills. Let's put our hands together for Miss Ojaswini. Dear Ojaswini Chechi, the floor is yours. Thank you, Ranju. That was a bit too passionate. I wouldn't talk about myself like that. First off, I want to thank JCA Cochin for this opportunity because I never thought I would get here and am actually here. So thank you everyone for that. Thank you Major Anish and the training team for choosing me as a trainer. So I'll share my screen now. Is the screen visible? Yes, carry on. Okay. So the topic is interpersonal relationship. So ഇത് ഞാൻ വിചാരിച്ചത് കൊച്ചുങ്ങളായിരിക്കുന്നതാണ്, പക്ഷെ മിക്കവരും ഭയങ്കര മൂത്തവരാണ്. But I had prepared it for kids, so I'm going to go that way. Please excuse that. Interpersonal relationship എന്ന് വെച്ചാൽ it's very common among us. Like നമ്മൾ എല്ലാ ദിവസവും എല്ലാവരും കാണുന്നു, എല്ലാവരും നമ്മൾ സംസാരിക്കുന്നു. That is basically what interpersonal relationship is. Either we barely pay attention to things that are very small. Like നമ്മൾ ഒരു കാര്യം or even something as bare minimal as talking to people, നമ്മൾ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ our life is going to be a bit more fruitful. So interpersonal relationship exactly എന്താണെന്ന് ചോദിച്ചാൽ it is a strong, deep or close association or acquaintance between two or more people. One-on-one ആയിരിക്കണം എന്നില്ല. It could be a group of friends. അങ്ങനെ ഉണ്ടാവാം. But it is not only about keeping a good relationship with people. നമ്മൾ ഒരാളായിട്ട് സംസാരിച്ചു, നല്ല കമ്പനിയായി, ഭയങ്കര ഫ്രണ്ട്സ് ആണ്, അത് മാത്രമല്ല ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ അബൌട്ട് എൻഡിങ് എ റിലേഷൻഷിപ്പ് വിത്ത് സമ്മൺ. ഇപ്പൊ നമ്മളൊരു കല്യാണത്തിലേക്ക് പോയി ഓർ ഇപ്പൊ നമ്മളൊരു മീറ്റിംഗിലേക്ക് പോയി എന്ന് വെച്ചോ, യു സീ സമ്മൺ ദാറ്റ് യു ബെയർലി സീ എവറി ഡേ. ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സിനെയൊക്കെ എല്ലാ ദിവസവും കാണും, കൊളീഗ്സിനെയൊക്കെ എല്ലാ ദിവസവും കാണും. But at the same time, when you go somewhere and you meet someone for the first time, you have an impression on them. Our impression abada vechodu theerunu, and then you're not seeing them again. So how you stop that relationship? Orala kandu samsarichu, you have a good time for like 2-3 hours, and then avada relationship engine end cheyano ennalladuneyana interpersonal relationship ennu parayana. So why is this important? Namukku ജസ്റ്റ് അസ് എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പാടില്ല. ബാക്കി എല്ലാവരും ഒരു സൊസൈറ്റി ആണെങ്കിലും
എല്ലാവരുടെ സംസാരിക്കാണ്ട് ജസ്റ്റ് അവർ ക്ലോസ് ഫ്രണ്ട്സ് ഫാമിലി എന്നും പറഞ്ഞിരിക്കാൻ പാടില്ലേ എന്ന് തോന്നുകയാണെങ്കിൽ there are two types of people, like broadly classified. There are two types, introvert and extrovert. Everybody knows that. Introverts are the people who think like that because they are insecure about talking to people. അവർക്ക് അങ്ങനെ പെട്ടെന്ന് ഓപ്പൺ അപ്പ് ആവാൻ പറ്റില്ല. They have like 1-2 people or maximum 5 people who they open up to. അല്ലാണ്ട് ബാക്കിയുള്ളവരുടെ അവർ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ they need a huge push. അങ്ങനത്തെ ആൾക്കാരാണ് introverts. Extroverts are completely different. For example, I am an extrovert. Harish uncle, Nibu uncle, they are all extroverts. Adhe samayam, I have a few friends who don't talk to people. They are like, if a group of 5 friends kittiyennundengil avare vittingum povilla. Even if they have to talk to someone else, they need at least one person in that group. Ingane varumbo, there is another topic, point called fubbing. Okay, fubbing and ambiverts. This is a completely different group that was formed when technology came in. If a fubbing endaanu vecha, fubbing was invented 4 years ago or something. Oxford dictionary le include cheythathu it was 4 years ago. Fubbing means you are sitting next to someone and you're talking to someone, but you're on your phone. So you don't pay attention to what the person is saying. Like phone il aanu nammal. That is fubbing. We give more importance to phones. The same thing is ambiverts, but ambiverts text chain. Like they are very free in texting you. നന്നായിട്ട് സംസാരിക്കും ടെക്സ്റ്റ് ചെയ്യുമ്പോൾ, but when they see you in person, they are very awkward. So ഈ interpersonal skills നമുക്ക് എന്തിനാ വേണ്ടതെന്ന് ചോദിച്ചാൽ, we have to leave people odd. Like we have to show them that we are confident, even if you're not. ഇതിൽ important ആയിട്ട് വന്നത്, it helps you understand yourself better. If we talk to a person and we are confident, we get confident in it. നമ്മൾ ഇങ്ങനെ കോൺഫിഡന്റ് ആയി കഴിഞ്ഞാൽ we believe in ourselves. When we believe in ourselves, we do things unconsciously ചെയ്തു പോകും. ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടാവില്ല. We are openly talking to them, but sometimes people don't like it. So what do? We start moderating our responses. ഇങ്ങനെ സംസാരിച്ച് അവർക്ക് ഇഷ്ടമല്ല. So I shouldn't say that. So we moderate it. When we moderate it, we start to talk effectively. We put across the idea that we want to tell them, but we don't hurt them. So we talk effectively. നമ്മൾ effective ആയിട്ട് സംസാരിച്ചു എന്നുണ്ടെങ്കിൽ it increases our productivity and reduces conflict. ഇത് ബേസിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ടായിട്ട് അടി പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് നീ ചെയ്തത് ഇഷ്ടമായില്ല എന്ന് എനിക്ക് പറയണം, ബട്ട് ഐ നോ ഫോർ ഷുവർ ദാറ്റ് ഹി ഓർ ഷീ വിൽ ഗെറ്റ് ഹർട്ട്. സോ അത് മോഡറേറ്റ് ചെയ്യും. ഞാൻ ഇൻഡയറക്ട്ലി പറയും ദാറ്റ് ഇറ്റ് വാസ് നോട്ട് റൈറ്റ്. അങ്ങനെ പറഞ്ഞ ഫസ്റ്റ് അവിടുത്തെ ഒരു വലിയ World War III നമ്മളവിടെ മാറ്റി വെച്ചു. It's just a talk, but we're talking it and it's effective. ഇങ്ങനെ പറ്റുമെന്ന് വെക്കുന്നു, the other person gets to know that ഞാൻ എന്ത് പറഞ്ഞാലും it has a point. എനിക്ക് ഇഷ്ടമായില്ല, ഇല്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടമാവാത്തത് കൊണ്ടാണ് ഞാൻ പറയണത്. അത് the other person gets to know. അവിടെ മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് റെസ്പെക്ട് ആണ്. ഇപ്പൊ നമ്മൾ ഒരാളെ ട്രസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് ട്രസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. So our mutual trust വന്നെന്നുണ്ടെങ്കിൽ communication is very important. I will talk about communication later. So this is why we need positive interpersonal relationship. ഇപ്പൊ നമ്മൾ ഒരാളുടെ അടുത്ത് സംസാരിക്കുന്നത് it's very common. We have to pay attention to what we're doing. ഒരാളുടെ അടുത്ത് സംസാരിച്ചാൽ നമ്മൾ ആ വഴിക്ക് പോകും, but we don't know how that hits the person. അപ്പോൾ we have to be careful with what we say. That is positive interpersonal relationship. This window probably most of the trainers know. So for people who don't know, just in their view according to interpersonal relationship, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. So Johari's window was by Joseph and Harrington. This was created in 1955. ഇതില് the first rectangle or the first box you see is open. That is, it is known to ourselves and it is known to others.
ഇതില് ബേസിക് ആയിട്ട് വന്നത് ബോഡി ലാംഗ്വേജ് ആണ്. ബോഡി ലാംഗ്വേജ് ആൻഡ് ദ വേർഡ്സ് വി സേ ഇന്റൻഷനലി നമ്മൾ പറയുന്നതാണ് ഇതിൽ വന്നത്, ഓപ്പണിൽ വന്നത്. സോ ഓപ്പണിൽ വരുമ്പോ the other person knows that I'm going to say this, I know I'm going to say this. ഇത് എന്ത് എഫക്റ്റ് ആവും എന്നുള്ള കാര്യവും നമുക്കറിയാം. അതാണ് ഓപ്പൺ എന്ന് വന്നത്. ബ്ലൈൻഡ് സ്പോട്ട് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് അൺനോൺ ടു അസ് ബട്ട് അതർ പീപ്പിൾ നോ. അപ്പം വെൻ അതർ പീപ്പിൾ നോ ഇറ്റ്, ഇവിടെയാണ് കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. കമ്മ്യൂണിക്കേഷൻ ഇവിടെ വന്നത് you know that something I do is not right, or you know that something I do is right. അങ്ങനെ വരുമ്പോ the other person, I am talking to someone and there is a very big disturbance. Can mute ചെയ്യണമായിരുന്നു. അൺമ്യൂട്ടഡ് ആയിരിക്കുന്നത് ആളുകൾ പ്ലീസ് മ്യൂട്ട്. സോ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുമ്പോൾ വി ഡോണ്ട് നോ ഇറ്റ്, വി ഡോണ്ട് നോ അവർ ബ്ലൈൻഡ് സ്പോട്ട്. ഇപ്പൊ കാറൊക്കെ ഓടിക്കുമ്പോഴാണെങ്കിലും ബ്ലൈൻഡ് സ്പോട്ട്, കുറെ ബ്ലൈൻഡ് സ്പോട്ട്സ് ഉണ്ട്, ബട്ട് വി ഡോണ്ട് നോ വാട്ട് ദ ബ്ലൈൻഡ് സ്പോട്ട്സ് ആണ്. ഇപ്പൊ നമുക്ക് അറിയാമെങ്കിലും വി കാൺട്ട് സീ ദം. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. വി നോ ദാറ്റ് ദിസ് ഇസ് അവർ ബ്ലൈൻഡ് സ്പോട്ട് ഓർ വി നോ ദിസ് ഇസ് അവർ വീക്ക്നെസ്. പക്ഷെ ഇത് ഹിറ്റ് ചെയ്താൽ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നൊരു കാര്യം നമുക്കറിയില്ല. ആ കാര്യം ദ അതർ പേഴ്സൺ നോസ്. ബിക്കോസ് എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ, എന്തെങ്കിലും കുത്തി ചോദിച്ച് ഒരു റിയാക്ഷൻ കിട്ടിയിട്ടുണ്ടാവും. ആ സമയത്ത് ദ അതർ പേഴ്സൺ നോസ് ദാറ്റ് ദിസ് ഇസ് ദ ബ്ലൈൻഡ് സ്പോട്ട്. ഈ കാര്യം ആൾക്കറിയില്ല ബട്ട് ഐ നോ. അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ യു ഹാവ് ടു ടോക്ക്. അറ്റ് ദ സെയിം ടൈം നമുക്കറിയാം ബട്ട് ദി അതർ പേഴ്സൺ നോ, ദാറ്റ് ഇസ് ഹിഡൻ. ഇവിടെയാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. If it is known to us, we have to tell the other person. Unknown to us ആണെങ്കിൽ അവർ പറഞ്ഞാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. Known to us ആണെങ്കിൽ we have to tell them. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഭയങ്കര സെൻസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പറഞ്ഞു വെച്ചേക്കണം, ഈ കാര്യത്തെ കുറിച്ച് സംസാരിച്ചാൽ ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്യും, ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്താൽ തനിക്ക് ഇഷ്ടമാവില്ല. ഓൾറെഡി അത് പറഞ്ഞു വെച്ചാൽ അവിടെ വലിയ പ്രശ്നമില്ല. സോ അത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യമുണ്ട്. ഈ കാര്യം പറയുമ്പോൾ യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ദി അതർ പേഴ്സൺ ടേക്സ് ദ ഐഡിയ ലൈക്ക് ദാറ്റ്. ഇപ്പൊ ജസ്റ്റ് മീറ്റ് ചെയ്ത് ഒരാളുടെ അടുത്ത് പോയിട്ട് ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ അവര് ആ ഒരു മൈൻഡിൽ എടുക്കണമെന്നില്ല. ഇയാൾക്ക് നമ്മുടെ അടുത്ത് സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് ആൾക്കാരും ഉണ്ടാകും. ബിക്കോസ് ഇപ്പൊ ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അടുത്ത് പറയണതല്ല ഞാൻ എന്റെ അക്വൈന്റൻസിന്റെ അടുത്ത് പറയുന്നത്. ദാറ്റ് ഇസ് it gives out completely different ideas. If I am telling my best friend that this is my weak spot, ഇവിടെയൊക്കെ ട്രിഗർ പോയിന്റ്സ് ആണെന്ന് പറഞ്ഞാൽ അയാൾക്ക് അറിയാം ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യും, എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരു അക്വൈന്റൻസിന്റെ അടുത്താണ് പോയി പറയണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അത്രയും സീരിയസ്നെസ് കൊടുക്കണം എന്നില്ല, ഓർ ഭയങ്കര ഓവറായിട്ട് സീരിയസ്നെസ് കൊടുത്തേക്കാം. അങ്ങനത്തെ രണ്ട് കാര്യങ്ങളുണ്ട്. പിന്നെ വന്ന ഒരെണ്ണം അൺനോൺ ടു ഓൾ. When it is unknown to all, എന്തോ ഒരു കാര്യം പറഞ്ഞു, എന്തോ ക്ലിക്കായി, പെട്ടെന്ന് സങ്കടമായി പോയി, ഓർ പെട്ടെന്ന് ദേഷ്യം വന്നു, ഓർ പെട്ടെന്ന് സന്തോഷം വന്നു. അങ്ങനത്തെ പോയിന്റ്സ് ഓഫ് ലൈക്ക് യു ഹാവ് ഇൻസിഡൻസ് ഇൻ ലൈഫ് വെൻ യു ഫീൽ ദാറ്റ് വേ. എന്താണെന്ന് അറിയില്ല, പെട്ടെന്ന് സങ്കടമായി പോയി, ഓർ പെട്ടെന്ന് വിചാരിച്ചത് രാവിലെ എണീറ്റു, എന്താണെന്ന് അറിയില്ല, ഭയങ്കര സന്തോഷമാണ്. ദാറ്റ് ഈസ് അൺനോൺ ടു ഓൾ. നമുക്കറിയില്ല എന്താ പറ്റിയെന്ന്, ബട്ട് സംതിങ് ട്രിഗേർഡ്. ഇത് കൂടുതൽ ഇന്ററാക്ഷൻസ് വെച്ചിട്ടാണ് നമുക്ക് ഹിഡനിലേക്കോ ബ്ലൈൻഡ് സ്പോട്ടിലേക്കോ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ദിസ് ഈസ് ഇൻ സൈക്കോളജി യു സേ കോൺഷ്യസ്, പ്രീ കോൺഷ്യസ്, സബ് കോൺഷ്യസ്. ഈ അൺനോൺ ടു ഓൾ എന്ന് പറയുന്നത് സബ് കോൺഷ്യസിൽ കിടക്കുന്ന സാധനമാണ്. ഇത് ത്രൂ അവർ ഇന്ററാക്ഷൻ വി ഹാവ് ടു ബ്രിങ് ഇറ്റ് ടു അവർ പ്രീ കോൺഷ്യസ്. പ്രീ കോൺഷ്യസിൽ എത്തുമ്പോഴത്തേക്കും we are almost sure what is happening, but we are not exactly sure. ഇത് പിന്നെയും ഇന്ററാക്ട് ചെയ്തിട്ടാണ് കോൺഷ്യസിലേക്ക് കൊണ്ടുവന്ന ഒന്നില്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട്, ഇല്ലെങ്കിൽ ഹിഡനിലേക്ക് കയറി ചെല്ലും. സോ ദിസ് ഈസ് ദ ജോഹാരിസ് വിൻഡോ ഓഫ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. സോ ഹൗ ഡു യു ഫോം എ റിലേഷൻഷിപ്പ്? നമ്മൾ ഒരാളുടെ അടുത്ത് അത്രയും ഇടപഴകി ഹാപ്പി ആയി എന്നുണ്ടെങ്കിലാണ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ.
So നമ്മൾ ഒരാളുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങിയാൽ there are a few stages in which the relationship moves. The first stage is acquaintance. ഒരാളെ കണ്ടു, ഓക്കെ, സംസാരിച്ച് തുടങ്ങി, പേരും നാളും വീട് എവിടെയാണ് എല്ലാം മനസ്സിലാക്കി. We know what is there, like ഒരു shallow idea ഉണ്ട്. That is what we call an acquaintance. After you build upon it, you start forming a bond. This may take days or hours or maybe months. It depends on the person. If ഞാൻ ഒരാളുടെ അടുത്ത് സംസാരിച്ചെന്നുണ്ടെങ്കിൽ I start a relationship very fast. Trusting ഒരു 4-5 days കഴിഞ്ഞിട്ടാണെങ്കിലും I start talking, I start interacting with them very quick. So my acquaintance and build-up stage ആ ഒരു ഡിഫറൻസ് ഭയങ്കര ഷോർട്ടാണ്. But എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്നില്ല. അക്വൈന്റൻസ് കഴിഞ്ഞ് ഒരു 4-5 ദിവസം കഴിഞ്ഞു or 2-3 weeks കഴിഞ്ഞാലാണ് they start building up on it. അത് കഴിഞ്ഞ continuation. Build up ആയി, you know almost everything about them, you are very friendly with them എന്നുണ്ടെങ്കിൽ you have to continue with it. ഈ കണ്ടിന്യൂവേഷനെ വെച്ച് നമ്മുടെ റിലേഷൻഷിപ്പ് നിന്നാൽ that is called a healthy relationship. ഈ കണ്ടിന്യൂവേഷനെ വെച്ച് അവിടെ നിൽക്കും, പിന്നെ ലൈഫ് ലോങ് ഇറ്റ് കണ്ടിന്യൂസ്. That is called a healthy relationship. So there is a movie, The Breakfast Club. So it was released on 1985. ഇതില് ഇത് സ്റ്റോറി ലൈൻ എന്താന്ന് വെച്ചാൽ there are 5 kids, they are in school, high school. So they attend a detention on Saturday. Detention is basically when you get punishment, you have to come to school and sit there for the whole day. So they are given a paper and they are asked to write about themselves, what they feel about themselves. Idile pattanathu endanu vechal they go through all the stages of forming a relationship. This is a very good movie. So acquaintance thodanganathu, there is a guy who does not know how to sugarcoat things. Like he doesn't know how to talk to people. ഒരു ഡെമോക്രാറ്റിക് ആയിട്ട് സംസാരിക്കാൻ അറിയില്ല. So he voices his ideas just like that. People take offense in it. പക്ഷേ ഇങ്ങനെ സംസാരിച്ച് this is just ഒരു 6 hours ആണ് ഇവര് ഒരുമിച്ച് ഒരു ദിവസം ഒരേ മുറിയിൽ ഇരിക്കണം. They sit in a library. So there are a lot of things going on in it. ഇവിടെ even സംസാരിച്ച് വരുമ്പോഴത്തേക്കും there are a lot of bitter truths that come up. Like they are in completely different backgrounds. If one girl in it is the high school sweetheart, the other one is in the rugby team, so he's very popular. Actually, there is a nerd in it. He's not very much known in the class. There is another girl who is very weird. Avarkkanengilum she is not very popular. Appo ivare ee 4 perum 2 group ആയി മാറി. Then there is one person who doesn't care. He doesn't care about anything. He lives his life. Atrolu. Even vannittu he starts pointing out things. This is when others talk to you about your flaws. You have to be open to criticism wherever and whenever. This guy points out the flaws. ഇയാളുടെ പ്രശ്നം ഇതാണ്. ഇപ്പൊ നമ്മൾ ഈ ഡിറ്റൻഷൻ കഴിഞ്ഞ് മൺഡേ സ്കൂളിലേക്ക് വന്നാൽ നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കില്ല. ഇത് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും കൊള്ളും. ഞാൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞു തുടങ്ങും. They skip from the continuation. They straightforward go to deterioration and termination. Because they only meet for one day. And the bitter truth is that Monday കാണുമ്പോൾ they are not going to even recognize each other. അങ്ങനെയാണ് ആക്ട് ചെയ്യുള്ളൂ. Because അവർക്ക് ഇപ്പൊ if we are in a group, ഇവിടെ peer pressure എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ട്. If we are in a group, we try to act like them. If നമ്മുടെ group of friends, if they act one way, I have to be able to gel in with them. ഇല്ലാന്നുണ്ടെങ്കിൽ I'm an outsider, I'm an alien. എനിക്ക് എൻ്റെ ഇൻഡിവിജ്വാലിറ്റി ഉണ്ടെങ്കിലും somewhere or ഒരു 70-30 ആണ് ഇൻഡിവിജ്വാലിറ്റി ഉള്ളത്. Almost 30% I am what the group represents. ഇവിടെ if the guy from the football team, അവൻ Monday പോയിട്ട് if he talks to the nerd or if he talks to the girl, they have a very different idea of him. Peer pressure is a very important point in interpersonal relationship. ആൾക്കാർ എന്ത് വിചാരിക്കും, ലൈക്ക് നമ്മള് തലയിൽ ലൈക്ക് കോൺഷ്യസ്ലി, ഈവൻ ഇഫ് വി ഡോണ്ട് തിങ്ക് അബൌട്ട് ഇറ്റ്, അൺകോൺഷ്യസ്ലി നമ്മൾ ആലോചിക്കും
അതുകൊണ്ടാണ് വി ഡോണ്ട് ഡു എ ലോട്ട് ഓഫ് തിങ്സ്. ഇപ്പൊ നമ്മള് എന്തെങ്കിലും ഈ ഫോർവേഡ്സ് എന്തെങ്കിലും വന്നു എന്ന് വെച്ചു, ആൻഡ് we are very strong about it. Like, we know this is wrong. We know we have to share it. Or we know idana nadakkunathu. People have to know about it nu ariyavengiലും sometimes we don't share it. അത് വെറുതെ എന്തിനാ ആൾക്കാർ വായിച്ചിട്ടുണ്ടാവും നമ്മൾ പറയുമെങ്കിലും എവിടെയോ അൺകോൺഷ്യസ്ലി നമുക്കൊരു കുത്താണ്, ഇത് ഞാൻ ഷെയർ ചെയ്താൽ ആൾക്കാർ ഇങ്ങനെയൊക്കെ വിചാരിക്കില്ലേ. സബ് കോൺഷ്യസ് ആണത്. വി ഡോണ്ട് നോ അബൌട്ട് ഇറ്റ്. ദാറ്റ് ഈസ് അൺനോൺ ടു ഓൾ എന്നുള്ളൊരു സാധനമാണത്. We don't know why, but we don't do it. That is peer pressure. ഇങ്ങനത്തെ കാര്യം വരുമ്പോഴാണ് deterioration, termination എന്നുള്ളൊരു കാര്യം വരുന്നത്. In the case of the movie, they see all of them for one day. ആ ഒരു ദിവസം കഴിഞ്ഞാൽ it's done. പിന്നെ അവർ കണ്ടാലും സംസാരിക്കില്ല. ചിലപ്പോ ഒരു ഹായ് പറഞ്ഞേക്കാം, ഹായ് പോലും പറയാൻ ചാൻസ് ഇല്ല. They would smile at each other. That's it. സോ ഈ ഡിറ്റീരിയേഷൻ ടെർമിനേഷൻ നമ്മുടെ റിയൽ ലൈഫിൽ വരുമ്പോൾ ഇറ്റ് ഈസ് അക്വൈൻറ്റൻസിനാണ് ഈ ഡിറ്റീരിയേഷൻ ടെർമിനേഷൻ എന്നുള്ള കാര്യം അല്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാളായിട്ട് അടിച്ച് പിരിഞ്ഞിരിക്കുന്ന സമയമാണ് ഡിറ്റീരിയേഷൻ ടെർമിനേഷൻ. അവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ലൈക്ക് ഓൾമോസ്റ്റ് പീപ്പിൾ ഹു ആർ ഒരു 20-25 വരെയുള്ള ആൾക്കാർക്ക് എന്തായാലും ഒരു ചൈൽഡ്ഹുഡ് ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടും ചൈൽഡ്ഹുഡ് ബെസ്റ്റ് ഫ്രണ്ടിലേക്ക് പോയാൽ it's not interpersonal relationship, they are a part of you. അവരുടെ അടുത്ത് you can open up, you can tell them anything എന്നുള്ള കാര്യം വരും. Until that point ഈ continuation stage ആണ്. You are still getting to know them. ഇതിന്റെ ഇടയ്ക്ക് ആരായിട്ടാണെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്നാൽ it starts deteriorating. അവിടെ trust or respect എന്നുള്ള കാര്യം ആദ്യം കുറയും. ഒരു ചെറിയൊരു അടി കിട്ടിയാൽ ആ ഒരു റെസ്പെക്ട് ഒരു ട്രസ്റ്റ് എന്നുള്ള കാര്യം കുറഞ്ഞു വന്ന ഡിറ്റീരിയേഷൻ ടെർമിനേഷൻ വരും. Or it is basically acquaintances. You see a person, you talk to them for a day, and then you move on. Then you never see them. So that is how a relationship forms. So how do you maintain a relationship? Relationship is the most important skill, communication. Other, no question, communication ആണ്. You have to talk to each other. പക്ഷെ വെറുതെ സംസാരിച്ചിട്ട് കാര്യമില്ല. കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു എസ്റ്റാബ്ലിഷ് ബൗണ്ടറീസ്. ഈ ഒരു ലിമിറ്റ്, ഇത് കഴിഞ്ഞാൽ ഐ ഗെറ്റ് പേഴ്സണൽ, അത് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമാവില്ല, അങ്ങനത്തെ ഒരു ബൗണ്ടറി വെച്ചാൽ പീപ്പിൾ വിൽ ബി കെയർഫുൾ. ദിസ് ബൗണ്ടറി ചേഞ്ചസ്. ഇപ്പൊ ഒരു അക്വൈൻറ്റൻസിന്റെ ബൗണ്ടറി അല്ല ബെസ്റ്റ് ഫ്രണ്ടിനുള്ളത്, ബെസ്റ്റ് ഫ്രണ്ടിന്റെ ബൗണ്ടറി അല്ല ഫാമിലിക്കുള്ളത്. അങ്ങനത്തെ ഒരു ഡിഫറൻസ് വരും. You have to be an active listener. അപ്പുറത്തെ ഒരാൾ സംസാരിച്ചു, കുറെ നേരം സംസാരിച്ചിരുന്നു, എനിക്ക് സംസാരിക്കാൻ ചാൻസ് കിട്ടിയില്ലെങ്കിൽ ഞാൻ പിന്നെ ആ റിലേഷൻഷിപ്പിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. ബിക്കോസ് ഐ ഹാവ് നോട്ട് ഗിവൻ ഇമ്പോർട്ടൻസ് ദെയർ. അതുകൊണ്ട് ഇഫ് യു ആർ നോട്ട് എൻ ആക്റ്റീവ് ലിസണർ, ആ റിലേഷൻഷിപ്പ് ഓബ്വിയസ്ലി അങ്ങോട്ട് ഡിറ്റീരിയേറ്റ് ആയി പോകും. യു ഹാവ് ടു ഷോ ദി അതർ പേഴ്സൺ റെസ്പെക്ട്. എത്ര ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞാലും ഇഫ് someone gets a negative vibe from you, they can move away. So ഒരു ലെവല് വരെ you have to give them respect. എത്ര ബെസ്റ്റ് ഫ്രണ്ട് ആണ്, എത്ര ഫാമിലി ആണെന്ന് പറഞ്ഞാലും ഒരു ലിമിറ്റ് ഓഫ് റെസ്പെക്ട് അവർക്ക് എന്തായാലും വേണം. If you don't show the other person respect, you can't expect it back. ഇത് I talked to Major today and Anish uncle told me this point. Trust and respect. ഈ കാര്യം പറഞ്ഞു. If you don't show them trust and respect, you can't ask it back. Every relationship is a give and take relationship. So if you're only giving, after a point, you start to drain out. If you're only taking, the other person starts to drain out. And you have to know that. And you have to maintain a positive attitude. Because ഒരു അടി ഉണ്ടായി കഴിഞ്ഞാലും അയാൾക്ക് എന്നെ നന്നായിട്ട് അറിയാം. So he or she will come back to me because he has been with me all through. ഇത് വെറുതെ ഒരു അടിയാണ്, കുറച്ചൊരു സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു വരും. ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വേണം. പിന്നെ ഇഫ് they have to tell you something, ഒരു ഫീഡ്ബാക്ക്, ഇപ്പൊ ഒരു ട്രെയിനിങ് കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു ബിസിനസ് മീറ്റിംഗ് എന്താണെങ്കിലും യു നീഡ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞാലാണ് നെക്സ്റ്റ് ടൈം യു വിൽ ഡു ബെറ്റർ.
So you have to be open to criticism. Other age നോക്കിയിട്ട് നമ്മൾ criticism വേണോ വേണ്ടെന്ന് തീരുമാനിക്കാൻ പാടില്ല. Whoever is giving you criticism, listen to it and then decide. ഇപ്പൊ ഒരാൾ criticism പറഞ്ഞു പോയാലും നമ്മൾ ആണ് ഡിസൈഡ് ചെയ്യേണ്ടത് if we have to work with it or not. So ഇപ്പൊ ഒരാൾ വന്നിട്ട് കൊള്ളായിരുന്നു എന്ന് പറഞ്ഞാൽ ഓക്കെ കൊള്ളായിരുന്നു, ബട്ട് എങ്ങനെ? വിഭവങ്ങളുടെ ട്രെയിനിങ് എടുത്ത് എനിക്ക് ഓർമ്മയുണ്ട്. If you're given criticism, you have to be very pakka about it. You have to tell them what was wrong, what was right. സംസാരിച്ചത് ഓക്കെ ആയിരുന്നു, പവർ പോയിന്റിൽ ഇതൊക്കെ ആഡ് ചെയ്യാമായിരുന്നു, ഇതൊന്നും ഞാൻ കണ്ടില്ല, ഈ പോയിന്റ് ക്ലിയർ അല്ലായിരുന്നു, അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ the next time the person has more room to improve. So you have to be open to criticism, and when you're giving criticism, you have to be very constructive about it. Then you have to learn to say goodbye. It is very hard to say goodbye. That is very much true. It's hard to say goodbye and it's hard to say no. These are the two things that you have to know. Like if you've been friends with a person for about a month or something, avada goodbye പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല, because you haven't known them that long. Avada goodbye പറഞ്ഞു പോയാൽ that's okay. But when you have to say goodbye എന്ന് പറഞ്ഞാൽ, you can't expect all your relationships to be for a lifetime. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ മീറ്റിങ്ങിന് പോയി ഒരു കല്യാണത്തിന് പോയെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് അത് കഴിഞ്ഞു, ആ കാര്യം that is okay. You have to learn to say goodbye to the people you have known for years. ഇപ്പൊ ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ there were people who knew each other for 12 whole years. LKG തൊട്ട് ഒരുമിച്ച് പഠിച്ച ആൾക്കാര്, ബട്ട് 12th കഴിഞ്ഞപ്പോ പിന്നെ അവർക്കൊരു കോണ്ടാക്ട് ഇല്ല. So they were finding it very hard to cope with this. So when you learn to say goodbye, you learn to love yourself more. And if you learn to love yourself more, you learn to love others. If we feel underwhelmed or we are not very happy with ourselves, നമുക്ക് ബാക്കിയുള്ളവരോടും അങ്ങനെ തോന്നുള്ളൂ. We have to be happy with ourselves. We have to be happy with what we have. We can move on and we can achieve more, but ആദ്യം we have to be happy with what we have. എന്നാലാണ് achieve more എന്നുള്ളൊരു കാര്യം വരുള്ളൂ. ഇവിടെ when you learn to say goodbye, you are learning to let go. So you're giving yourself more importance. ഇപ്പൊ നമ്മള് ഒരു സ്കൂളിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തു, കോളേജിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തു, we might have best friends. ആ ബെസ്റ്റ് ഫ്രണ്ട് ഗ്യാങ് ഒരു 1 year 2 year maximum 4-5 years ഉണ്ടാവും. അത് കഴിഞ്ഞാൽ they start drifting away. അത് it's very common actually, that happens. പിന്നെ വന്നത് ഒരു റീയൂണിയനെ കാണുമ്പോഴായിരിക്കും. റീയൂണിയനെ കാണുമ്പോൾ it's very different. കോളേജ് കഴിഞ്ഞ ആ ഒരു സ്റ്റേജ് അല്ല. So there you're very happy with what's going on. Like എടാ നമ്മൾ അന്ന് ചെയ്തത് ഓർമ്മയുണ്ടോ, ആ മൈൻഡാണ്. So even if you're drifting away, you have to be okay with it. So this is what a stage of interpersonal relationship is. Interpersonal relationship എന്ന് വെച്ചാൽ it's a very vast topic. ഇത് സംസാരിച്ച് തുടങ്ങിയാൽ കുറേ സമയം എടുക്കും. So this is all that I'm covering. So in the end, all I have to say is you have to know how to say goodbye. Learning to say goodbye is harder than saying hello. Thank you. If there are any questions, I can take questions. Just ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു ഫ്രം ശരണ്യ. ശരണ്യ ഡയറക്റ്റ് ചോദിക്കുന്നുണ്ടോ? So or should I read? Okay, I can see that. You mentioned about. I was listening to it. Okay, but it's not that. You mentioned about thinking unconsciously. How is it done? Could you please clarify? ഇത് ശരണ്യ ചേച്ചിയാണ് ചോദിച്ചത്, സൈക്കോളജി സ്റ്റുഡൻറ് തന്നെയാണ് ചോദിച്ചത്. നെക്സ്റ്റ് ഇത് ഞാൻ ബേസിക്കലി ഞാൻ പറഞ്ഞത് there is a book, Lord of the Flies എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. So in that there is an in-depth it goes to learn how a human behavior changes. If
നമ്മളിപ്പോ ഒരു സൊസൈറ്റിയിൽ നിൽക്കുന്നു, വി abide to the rules of the society. അപ്പൊ ഈ റൂൾസ് ഒക്കെ ഇറ്റ് ഇസ് ഷേപ്പിംഗ് എ ഹ്യൂമൻ ബീങ്. ലൈക് നമ്മളൊരു ഹ്യൂമൻ ബീങ് ആയിട്ട് ഇറ്റ് ഇസ് ഷേപ്പിംഗ് അസ്. സോ നമ്മുടെ ഈ അൺകോൺഷ്യസ്, പ്രീ കോൺഷ്യസ്, കോൺഷ്യസ് ഇതാണെങ്കിലും ഷേപ്പായി പോകും. ഇത് ഇറ്റ് ഇസ് ഇപ്പൊ നമ്മള് ഇഫ് വി ആർ ഷേപ്പിംഗ് അവർ ഓൺ കോൺഷ്യസ്നെസ്, ഇതെനിക്ക് വേണം ഇതെനിക്ക് വേണ്ട നമുക്ക് വെക്കാൻ പറ്റും. ബട്ട് ഫ്രം ദ ടൈം വി ബോൺ ഇത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യണം എന്നുള്ള കാര്യം വി ആർ ഷേപ്ഡ്. അങ്ങനെ വരുമ്പോ അവർ അൺകോൺഷ്യസ് ചേഞ്ചസ്. ഇപ്പൊ നമ്മുടെ അൺകോൺഷ്യസിൽ ഇപ്പൊ ക്രിയേറ്റീവ് തിങ്കിങ്ങിൽ ധന്യാൻറ്റി പറഞ്ഞു വി ഹാവ് ടു ബി ക്രിയേറ്റീവ്. ലൈക്ക് നമ്മളത് ട്രെയിൻ ചെയ്താലാണ് അത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ അൺകോൺഷ്യസ് ആയിട്ട് നമ്മൾ തിങ്ക് ചെയ്യണമെന്ന് വെച്ചാൽ വി ഡോണ്ട് മീൻ ഇറ്റ്, ബട്ട് സംവെയർ ഇൻസൈഡ് ഓഫ് അസ് ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് കിടപ്പുണ്ട്. വാട്ട് വിൽ അതർ പേഴ്സൺ തിങ്ക് എന്നുള്ള കാര്യം അൺകോൺഷ്യസ്ലി തലേ കിടപ്പുണ്ട്. ബട്ട് വി ഡോണ്ട് ഷോ ഇറ്റ്. നമ്മൾ പറയുമ്പോ ഞാൻ അങ്ങനെ ആൾക്കാരെന്താ വിചാരിക്കണെന്ന് ആലോചിക്കുന്ന ഒരാളല്ല, പക്ഷെ അൺകോൺഷ്യസ്ലി ആർ തിങ്കിങ് അബൌട്ട് ഇറ്റ്. ഇപ്പൊ ഒരു ടോപ്പിക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ LGBTQ എന്നൊക്കെ വന്ന് പറയുമ്പോൾ there are a lot of people who support it and there are a lot of people who don't. പക്ഷെ there are only few people who come forward and say that I don't support this, because സപ്പോർട്ട് ചെയ്യണില്ല എന്ന് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുന്ന അവർക്ക് അൺകോൺഷ്യസ്ലി അറിയാം. പറയുമ്പോൾ ആ ഒരു ഫ്രണ്ട് സർക്കിളിൽ പറയുമായിരിക്കും, ബട്ട് ഒരു പബ്ലിക്കിൽ വന്നിട്ട് ഐ ഡോണ്ട് സപ്പോർട്ട് ദിസ് എന്ന് പറയാൻ ആർക്കും ആ ഒരു ധൈര്യം ഉണ്ടാവില്ല. ധൈര്യം ഉണ്ടെങ്കിലും അവരത് പറയില്ല. അത് വന്നത് ഈ അൺകോൺഷ്യസ് ആയിട്ട് നമ്മളിങ്ങനെ ആലോചിക്കും. ഇത് ഷേപ്പിംഗ് എന്ന് വെച്ചാൽ അത് തന്നെയാണ്, സൊസൈറ്റി ആണ് അത് ഷേപ്പ് ചെയ്യണം. ഐ തിങ്ക് ഐ ക്ലാരിഫൈഡ് ഇറ്റ്. ചേച്ചി ഉണ്ട് ഇവിടെ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് JJ ഫ്രം JJ രാജലക്ഷ്മി. How can we find a person who can build a strong relationship with us? Finding a person is it's all about luck, and when you find a person you make sure you don't lose them, because ലൈഫിൽ ഇങ്ങനെ ആൾക്കാര്, എൻ്റെ അച്ഛനൊരു ഫ്രണ്ട് ഉണ്ട്, he's from Chennai, his name is Shakti. He grew up with him, and അവരെന്ന് വെച്ചാൽ it's a kind of relationship that you don't see among brothers. ആ ഒരു kind of relationship ആണ്. Shakti uncle takes me as his own daughter. You know, when you get people like that, it നമുക്ക് ആദ്യം അവരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണമെന്നില്ല. I have one friend like that. I just met her, but I know that she is going to stay. അങ്ങനെ നമുക്കൊരു gut feeling കിട്ടും. gut feeling കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ you have to build up on it. build up ആയില്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് പോകും. പിന്നെ you will regret it. If you get a friend and you think they are going to stick to you, build on it. അത് it's complete luck ആണ്. ബട്ട് ഒരാളുടെ ലൈഫിൽ അങ്ങനെ ഒരാളെങ്കിലും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോൾമേറ്റ്സ് എന്നൊക്കെ പറയുന്ന കാര്യം ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് മാത്രമല്ല, ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടും വരും. പിന്നെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസൻറ്റ് നെസസറിലി ബി എ ഫ്രണ്ട് ഔട്ട്സൈഡ് എ ഫാമിലി. ഫാമിലിയിൽ തന്നെ ആരെങ്കിലും ആയിരിക്കാം, കസിൻ ആയിരിക്കാം, അച്ഛനമ്മ ആണെങ്കിലും ബെസ്റ്റ് ഫ്രണ്ട് ആവാൻ ആ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും നമുക്ക് ബിൽഡപ്പ് ചെയ്യാം. വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. ആർക്കെങ്കിലും ചോദിക്കണമെങ്കിൽ യു ക്യാൻ അൺമ്യൂട്ട് ആൻഡ് ആസ്ക്. ഹലോ, കേൾക്കുന്നുണ്ടോ? വളരെ ലോ ആയിട്ട് കേൾക്കുന്നുള്ളൂ. ഹലോ, കേൾക്കുന്നുണ്ട്, ബട്ട് ഇറ്റ്സ് നോട്ട് വെരി ക്ലിയർ. ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഹലോ ഹലോ, പറഞ്ഞോളൂ ശരണ്യ, കേൾക്കാം. ഓക്കെ. എന്നോട് എന്താ മുമ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റില്ല. ലോ വോയിസ് ആണ്. ഹലോ, ഓൾമോസ്റ്റ് ഓഡിബിൾ ആണ്. ചേച്ചി പറഞ്ഞു ചേച്ചി.
ശാരിക ചോദിച്ചത് നേരത്തെ എന്തോ ചോദ്യം ശാരികയോട് ചോദിച്ചിരുന്നല്ലോ എന്നാണ് ചോദിച്ചത്. ഡൗട്ട് ക്ലിയർ ആയോ എന്ന് ചോദിച്ചതാണ്. ക്ലിയർ ആയെന്ന് ചോദിച്ചാൽ എന്നെക്കാൾ നന്നായിട്ട് അതിന് ഉത്തരം പറയാൻ പറ്റുന്നത് ശരണ്യ ചേച്ചി തന്നെയാണ്. ബിക്കോസ് സൈക്കോളജി മേജറും കൂടെ ആയതുകൊണ്ട്. Any questions? Otherwise we can move forward. Okay. ചോദ്യമല്ല അനൂപ്ജി. Okay. May I? No issues. Observations also. Welcome. Okay. Ojaswini. Ojaswiniയുടെ ക്ലാസ് ഞാൻ ഇങ്ങനെ കേൾക്കുമ്പോ I was not listening ഏജിനെ അല്ല ഞാൻ നോക്കിയിരുന്നത്. ഓക്കെ, ഏജ് എന്നുള്ളത് അവിടെ അപ്രസക്തമായിരുന്നു. ബിക്കോസ് വളരെ സീസൺഡ് ആയിട്ടുള്ള ഒരു ചങ്ങാതി ക്ലാസ് എടുക്കണ പോലെ. ബിക്കോസ് ഐ വാസ് സീയിങ് ദാറ്റ് ഈക്വൽ ടു നമ്മളുടെയൊക്കെ ആ ഒരു ഇരുത്തം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് when you ക്രിറ്റിസിസത്തിനെ പറ്റി പറഞ്ഞപ്പോഴും അക്വൈൻഡൻസിനെ പറ്റി പറഞ്ഞപ്പോഴും സോ വെരി നൈസ് വേ ദാറ്റ് യു ഹാവ് ഡെൽറ്റ് ദാറ്റ് മാറ്റർ. വെരി എന്താ പറയാ, നമ്മൾ പറയുമ്പോ പിന്നെ ആൻസർ ഒക്കെ കൊടുത്തും യു ആർ വെരി വെരി പൊളൈറ്റ് ആൻഡ് എന്താ പറയാ ആ ഒരു മെച്യൂരിറ്റി ഉണ്ടായിരുന്നു. സീസണിങ് ഒരു സീസൺഡ് ട്രെയിനർ സംസാരിക്കുന്നു. മോള് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ജെസിയെ കൊച്ചിയുടെ മാത്രമല്ല നമ്മളുടെയൊക്കെ അഭിമാനമായിട്ട് വളരട്ടെ കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ഓൾവേസ് ബ്ലെസ്സിങ്സ്. So next അടുത്ത ഫോർമാലിലേക്ക് പോവാം. I request Vice President Training JCI Major Anish to propose vote of thanks. Hello, Anup. Yeah. Am I audible? Yes. Carry on. All right. Very good evening to everybody. Ojaswini, yeah, sure. What I feel is, yeah, we should hear more from the new gen so that we'll be better in adapting ourselves. And sure, we'll try to, follow your perspectives about continuing and, finally giving, how to do a final thank you when you are about to leave a relation. Those 2 points are really applicable to me. It was a really lively and interactive session, Ojaswini. I would like to thank our chief guest and our president and the entire JCI team who were present, and other people out of JCI who have attended and made today's presentation lively. Thanks a lot once again, Advocate Rakesh Sharma, and each and everyone who was present today. Thank you. Thank you, Major. നാളത്തെ പ്രസന്റേഷന്റെ ഫ്ലയർ റെഡി ആണോ? മഹേഷ് ഉണ്ടോ അവിടെ? അനൂപ്, ഇറ്റ്സ് ദേർ. എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, പ്രസന്റേഷൻ എൻ്റെ കയ്യിലില്ല. ഓക്കെ, നമ്മുടെ കയ്യിലുണ്ട്, ആ ഗ്രൂപ്പിലുണ്ട്, ട്രെയിനിങ് ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ. എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല, ഷെയറിങ് ഇത് ചെയ്തിരിക്കാം. അനുബന്ധ വാട്സപ്പ് ഗ്രൂപ്പിൽ പോയാൽ മഹേഷിൻ്റെതാണ് നാളെ. ലാപ്ടോപ്പിലേക്ക് എടുക്കണം. ഞാനത് വായിക്കാം. ടുമാറോ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, എന്റെ ഇത് ബ്ലോക്കായി ഇത് ചെയ്തിരിക്കാം. മഹേഷ് ജി കോ-ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. യു ക്യാൻ ഷെയർ നോ. ഓക്കെ. ഫ്രണ്ട്സ്, ടുമാറോ നമ്മുടെ വെബിനാർ സീരീസിലെ 5th പ്രസന്റേഷൻ presenter JC Mahesh Kumar Ji. He's a entrepreneur. He's our Dynamic Trainers Forum Director of JCI Cochin. His topic is coping with emotions. Our chief guest JC Ramesh Ravi, Zone Director Business. So time 7 p.m. So everybody participation pradeshitulunnu. Thank you very much. So good night. Shall we wind up the meeting? Yes. Good night. Yes. Good night.
Good night. Thank you.